എന്റെ മോളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ല ഞാനിപ്പോ. എന്ന് വെച്ചാ നിന്റെ വാക്ക് കേട്ടിട്ട് അത്രയ്ക്ക് പ്രതീക്ഷയാ ഞാൻ എന്റെ മോക്കും മരുമോനും ഒക്കെ കൊടുത്തേ. പക്ഷെ ഇതൊക്കെ വീട്ടിലൊരുത്തിക്ക് അറിയായിരുന്നു. മോഹിനിക്ക്, ലക്ഷ്മിയുടെ അമ്മയ്ക്ക്. അവളെ മോളും മരുമോനൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞു കാണും. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാനും അമ്മയും കണ്ണം മരിച്ചെന്ന് കരുതി സന്തോഷിക്കുന്നത് അവളും മാറി എന്ന് ആഘോഷിക്കായിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ ഇതുപോലെ അടിക്കടി പരാജയം ഉണ്ടായിട്ടില്ല അങ്ങളെ. എനിക്കും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ വീട്ടിലോട്ട് പോണോന്ന് ആലോചിക്കുക. അവൻ വീടിന്റെ അടുത്ത് എങ്ങനെ വന്ന് പതുങ്ങിയിരിക്കും. നീ ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്നതിനേക്കാൾ വീട്ടിലിരിക്കുന്ന സുരക്ഷിതം. ഈ മാർക്കോ എന്ന് പറയുന്നവനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അവൻ എപ്പോ എവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഈ പരിസരത്ത് തന്നെ കാണും അവൻ. അയ്യോ, എന്റെ അങ്ങളെ അങ്ങനെ പറഞ്ഞു പേടിപ്പിക്കാതെ. നിന്റെ കയ്യിൽ തോക്കില്ലടാ. തോക്കൊക്കെ ഉണ്ട്, പക്ഷെ അവന്റെ മുമ്പിൽ തോക്കും തോറ്റു. ഇതിനു മുമ്പ് ഞാനത് അനുഭവിച്ചറിഞ്ഞതാ. ഇനിയിപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ നമ്മൾ എന്ത് ചെയ്യും മേഘ? എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങളെ. അവള് പ്രാർത്ഥിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് എത്ര തവണ കൊണ്ടുപോയി കളയാൻ നോക്കിയതാ, പറ്റിയില്ല. അത് അവളുടെ കയ്യിലുള്ളിടത്തോളം അവക്കും കണ്ണനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ സത്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. മോളെ, മോൾ ഉറങ്ങിയില്ലായിരുന്നോ? അമ്മ എന്താ ഉറങ്ങാത്ത? എനിക്ക് ഉറക്കം വരുന്നില്ല മോളെ. എനിക്കും അങ്ങനെ തന്നെയാ, ഉറങ്ങാനേ പറ്റുന്നില്ല. പോത്തുപോലെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അമ്മയുടെ മോൻ. അവനെ പഴിച്ചിട്ട് കാര്യമുണ്ടോ മോളെ? ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. ഭാഗ്യം അവൾക്കൊപ്പം എന്റെ അച്ഛനും മുത്തശ്ശിയും ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോന്ന് തന്നെ അറിയില്ല. ഈ ബന്ധം എന്തിനാ അമ്മ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ? ഞാനൊരു ഡിവോഴ്സിനെ പറ്റി ആലോചിക്കുക. മോളെ, ഇന്നത്തെ കാലത്ത് ബന്ധം പിരിയുന്നത് അത്ര വലിയ സംഭവമൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ ബന്ധം വേർപെടുത്തിയാൽ ആണുങ്ങളെക്കാളും കൂടുതൽ നാണക്കേട് പെൺകുട്ടികൾക്കല്ലേ. എനിക്ക് പക്ഷേ അത് വലിയ നാണക്കേടായിട്ടൊന്നും തോന്നുന്നില്ല. ഉണ്ണിയേട്ടന് സമ്മതമാണെങ്കിൽ കൈ കോർത്ത് പിടിച്ച് കോടതി പോവാം. എന്നിട്ട് രണ്ടാൾക്കും രണ്ട് വഴി തേടാം. മോളെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? മഹാലക്ഷ്മിയും അവളുടെ ഭർത്താവും തമ്മില് സ്നേഹം പങ്കിടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഈ വീട്ടില് നമുക്കാർക്കും ഒരു വിലയുമില്ല. മോളെ, മേഘൻ അവന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതല്ലേ? ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആരെങ്കിലും കരുതിയോ? അയാൾ ഇനി നടന്നാണെങ്കിലോ മല കയറിയത്?